നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തിനാണ് കിച്ചൻ നിന്റെ ഭർത്താവാണെന്ന് പറഞ്ഞെന്ന് എനിക്ക് അറിയണം. ഭർത്താവല്ലാത്ത ഒരാള് ഭർത്താവാണെന്ന് പറയണമെങ്കിൽ എന്തായാലും അതിനൊരു കാരണം ഉണ്ടാവും. അതും നിന്നെ പോലൊരു പെണ്ണ്. പറ, എന്തിനാ നീ നിനക്ക് അന്യനായ കിച്ചൻ നിന്റെ ഭർത്താവാണെന്ന് പറഞ്ഞത്? ആരാ നിന്നെ കൊടുത്ത് പറയിപ്പിച്ചത്? ഞാൻ ആ പാവം പെണ്ണിനെ ഇങ്ങനെ ഒരു കുരുക്കിൽ കൊണ്ട് ചാടിച്ചത്. അത് തന്നെയാ നിങ്ങളെ ഞാൻ പിടിച്ചു നിർത്തിയത്. എന്തിനാ എല്ലാരും കൂടെ എന്നെ എങ്ങനെ വിട്ടിയാക്കുന്നേ? എന്നെ ഒളിക്കാൻ മാത്രം നിനക്ക് എന്താ ഉള്ളത്? ഈ വീട്ടിലെ ഒരാളാ കിച്ചന് നിന്റെ ഭർത്താവായി വേഷം കെട്ടിച്ച് ഇവിടെ കൊണ്ടുവന്നതെന്ന് കിച്ചൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. അതാരാണെന്ന് എനിക്ക് അറിയണം. അതാരാന്ന് പറയാതെ നീ എന്റെ മുന്നിൽ നിന്ന് പോവില്ല അമ്മു. പറ, ആരാത്? ഞാൻ തന്നെയാ. കിച്ചനെ കൊണ്ടുവന്നതും അമ്മൂനെ നിർബന്ധിച്ച് അവനാ ഇവളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് പറയിപ്പിച്ചത് ഞാൻ തന്നെയാ. അത് ഞാൻ എന്തിനു മറയ്ക്കണം? എന്തിന്? അപ്പൊ അമ്മുവിന്റെ യഥാർത്ഥ ഭർത്താവിനെ ഒളിപ്പിക്കാനല്ലേ ശ്രമിച്ചത്? അല്ല, അമ്മൂനെ അന്നൊരു ആപത്തിൽ നിന്ന് രക്ഷിച്ച ആളിന്റെ പേര് ഈ ലോകത്തോട് പറയാൻ ഇവൾ തയ്യാറല്ല. അയാളെ ഇവൾ ഒരു കാലത്തും ഭർത്താവായി അംഗീകരിച്ചിട്ടില്ലെന്നും എനിക്കറിയാം. പിന്നെ എന്തിനു നിങ്ങൾ ഇവളെ വിചാരണ ചെയ്യണം? അമ്മൂനോട് പല പ്രാവശ്യം ഞാനും ചോദിച്ചിട്ടുണ്ട് ഇവളുടെ ഭർത്താവ് ആരാണെന്ന്. അവൾ ദൈവമായി കാണുന്ന അയാളുടെ പേര് പറയില്ലെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ അവളെ പ്രയാസപ്പെടുത്തിയിട്ടില്ല. സത്യത്തിൽ അമ്മു അനുഭവിക്കുന്ന വേദന കണ്ടപ്പോഴാ ഇനി ആരും ഭർത്താവിനെ പറ്റി ചോദിക്കാതിരിക്കാൻ എനിക്കറിയാവുന്ന ഒരു പയ്യനെ കൊണ്ടുവന്നത്. ശരിക്കും അതൊരു നാടകം തന്നെയായിരുന്നു. ഞാനിത് വിശ്വസിക്കില്ല. എന്നെ നിങ്ങൾ എല്ലാരും ചേർന്ന് പറ്റിക്കോ? ആരെന്ത് പറഞ്ഞാലും നീ എന്നെ ചതിക്കില്ലെന്നായിരുന്നു എന്റെ വിശ്വാസം. ചേച്ചി, അല്ലെങ്കിൽ ദിനേശൻ ചെറിയ നീ പറഞ്ഞത് എന്തുകൊണ്ട് എന്നോട് പറയാൻ നീ മടിക്കണം? നിന്നെ രക്ഷിക്കാനാണ് ഈ മനുഷ്യൻ ശ്രമിച്ചത്. അല്ലെന്ന് നിനക്ക് പറയാമോ? വിശേഷങ്ങളൊക്കെ സഞ്ജു വിളിച്ചു പറഞ്ഞു. അമ്മൂനിപ്പോ നമ്മളെയൊക്കെ അറിയാല്ലേ? ഒരു അഗ്നിപരീക്ഷ മാറി കടന്നു എന്ന് തന്നെ പറയാം. അമ്മൂന് എപ്പോഴായാലും നഷ്ടപ്പെട്ട ഓർമ്മകൾ തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു.
ആരെയും വേദനിപ്പിക്കാതെ ജീവിച്ചു പോകാൻ ആഗ്രഹിച്ചവൾ അമ്മു. അവൾക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നത് അവളെ അറിയുന്ന നമുക്ക് വേദന തന്നത്. ഇപ്പോഴും അതിന്റെ കുറ്റബോധം അവൾക്കുണ്ട്. അമ്മ ഇപ്പോഴും മനയിലല്ല ഉള്ളത്. അല്ല, അവള് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നു. അവള് ഗോവിന്ദ് വഴി ഒരു ജോലി കണ്ടെത്തി ബാംഗ്ലൂരിലേക്ക് പോകാൻ ബസ് കയറിയപ്പോഴാ ഞങ്ങൾ അവിടെ എത്തിയത്. അത് വേണ്ടായിരുന്നു. എത്ര കാലമാ അവള് മംഗലശ്ശേരി നിൽക്കുന്നത്. അവളുടെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു ജോലിയായിരുന്നു. അമ്മൂന് സ്വാതിക്ക് കൊടുക്കാൻ കഴിയുന്ന സന്തോഷം ഒരു ജോലി വാങ്ങിക്കൊടുത്ത് അവളെ സ്വന്തം കാലിൽ നിർത്തുക എന്നുള്ളത്. സച്ചി പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എനിക്കങ്ങനെ അവളെ സ്വതന്ത്രയാക്കി വിടാൻ പറ്റില്ല. അവളുടെ ഭർത്താവ് ആരാണെന്ന് എനിക്ക് കണ്ടെത്തണം. കിച്ചൻ എന്നൊരാളെ അവളുടെ ഭർത്താവായി ഇവിടെ തന്നെ ഒരാൾ കൊണ്ടുവന്നതാ. ഇത് ഞാൻ പറയുന്നതല്ല, കിച്ചൻ തന്നെ എന്നോട് ഏറ്റു പറഞ്ഞതാ. ഞാനൊന്ന് പറയട്ടെ സ്വാതി, അമ്മൂന് അവളുടെ ഭർത്താവ് ആരാണെന്ന് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. അയാൾക്കൊപ്പം ഒരു ജീവിതവും അവൾ ആഗ്രഹിക്കുന്നില്ല. പിന്നെന്തിന് സ്വാതി അതിന്റെ പിന്നാലെ നടക്കണം? സ്വാതി ഇത് വിട്ടേക്ക്. എനിക്കതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല സച്ചി. എന്റെ അനിയത്തിയുടെ കഴുത്തിൽ താലി കെട്ടിയത് ആരാണെന്ന് എനിക്കറിയണ്ടേ? ഈ വീട്ടിലുള്ള ഒരാളോട് ചേർന്ന് അന്യനായ ഒരു ചെറുപ്പക്കാരനെ ഭർത്താവെന്നും പറഞ്ഞ് എന്തിനവള് കൊണ്ടുവന്നു? എല്ലാത്തിനും എനിക്ക് ഉത്തരം കിട്ടണം. ഞാൻ എന്താ സ്വാതിയോട് പറയേണ്ടത്? അമ്മ മംഗലശ്ശേരിയിൽ വന്ന കാലം മുതലേ സച്ചി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ നല്ല സൗഹൃദത്തിലുമായിരുന്നു. എപ്പോഴെങ്കിലും അമ്മ അവളുടെ ഭർത്താവിനെ പറ്റി എന്തെങ്കിലും സൂചന സച്ചിക്ക് തന്നിട്ടുണ്ടോ? എല്ലാ വഴികളും അടഞ്ഞിട്ടാ ഞാൻ സച്ചിയെ വിളിക്കുന്നത്. പ്ലീസ് സച്ചി, സച്ചി ഒന്ന് ഓർത്തു നോക്ക്. ഞാൻ മംഗലശ്ശേരിയിൽ നിന്ന് പോരുമ്പോ പോലും അമ്മുവിന്റെ ഭർത്താവ് ആരാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അവളോട് എനിക്കൊരു ഇഷ്ടം തോന്നി തുടങ്ങിയത് മുതൽ അമ്മുവിനോട് ഞാൻ ആ കാര്യം ചോദിച്ചു തുടങ്ങിയതാ. അവളുടെ ദൈവമെന്നല്ലാതെ ഒരു സൂചനയും അമ്മു എനിക്ക് തന്നിട്ടില്ല. അവളുടെ ഭർത്താവ് അവൾക്ക് ദൈവമാണെങ്കിൽ ആ ദൈവത്തെ തേടി പോവാതിരിക്കുന്നതാ അവളോട് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യം. ശരി, സച്ചിയെ ബുദ്ധിമുട്ടിച്ചതിൽ സോറി. സ്വാതിക്ക് എന്തൊക്കെയോ ബലപ്പെട്ട സംശയങ്ങളുണ്ട്. അവൾ അന്വേഷിക്കുന്നയാൾ സ്വന്തം ഭർത്താവാണെന്ന് മാത്രം സ്വാതിക്ക് മനസ്സിലായിട്ടില്ല. സ്വാതി സഞ്ജുവിലേക്ക് എത്താൻ ഇനി അധിക ദൂരമൊന്നുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.